കുഞ്ഞങ്ങനെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. ഹൃദയത്തിൽ നിന്ന് തന്നെ 2 ദ്വാരങ്ങളുണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് കുഞ്ഞിനുണ്ട്. അതെല്ലാ കുഞ്ഞിൻ്റെ അത് മാഞ്ഞു പോകണ്ടേ, അത് ജനിക്കുന്നതിന് മുന്നേ അത് മാറണ്ടേയാണ്. കുഞ്ഞിനതിപ്പോഴും മാറിയിട്ടും ഇല്ല. കുറച്ച് പേരൊക്കെ ഇങ്ങനെ അവർക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനും ഉണ്ടായിരുന്നു, അത് മാറി എന്നൊക്കെ. കുഞ്ഞിനൊരു പ്രോബ്ലം കാണുമെന്നോ. അനാമിയെ ഈ റൂമിൽ നിന്ന് ബെഡിലോട്ട് ആക്കിയതിന് ശേഷം ഡോക്ടർ എൻ്റെ അടുത്ത് ഇത് പറയുന്നത്. ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചായിരുന്നു. എത്ര മാസത്തിലാണ് ഡെലിവറി കഴിഞ്ഞത്? 7 കഴിഞ്ഞപ്പോഴത്തേന്. കുഞ്ഞിനെ കുളിപ്പിച്ച് തുടങ്ങിയിട്ടില്ല ഇതുവരെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ 2-3 ദിവസം കുഴിക്കുമ്പോൾ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കാണിക്കാൻ. വെയിറ്റ് കൂടുന്നില്ല, അതൊരു വിഷയമാണ്. 2-2.25 വേണം കുഞ്ഞിനെ, 2.5 എങ്കിലും വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ. 1 900 2 100 അങ്ങനെ കുഞ്ഞല്ലേ, നമുക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. പാലല്ലേ, അവളാണെങ്കിൽ ഇപ്പോഴും ഉറക്കമോ, അങ്ങനെ പാല് കുടിക്കുന്നുമില്ല. അമ്മ അനാമിയെ നോക്കുന്നില്ല എന്നും പിന്നെ കമന്റുകൾ വേറെ വരുന്നു. അത് അനാമിയല്ലേ പറയട്ടെ. നമ്മൾ ഈ വീഡിയോ മാത്രമല്ലേ ആൾക്കാർ കാണുന്നുള്ളൂ. അനാമിയെ നോക്കുന്നില്ലെങ്കിൽ അവള് ഇപ്പം എൻ്റെ വീട്ടില് ഇവരുടെ കൂടെ സന്തോഷമായിട്ട് കഴിയും. ചില ഫാമിലിയില് മക്കളെ നോക്കും, മരുമക്കളെ നോക്കില്ല. നമുക്ക് അങ്ങനെ നോക്കാനാണെങ്കിൽ അവളെ മോളായിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വീഡിയോ ആകെ കണ്ടത് അന്നില്ല, പ്രസവത്തിന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ അവളെ ശ്രദ്ധിച്ചില്ല, അതാ കൂടുതൽ വന്നത്. നമ്മൾ ആദ്യം ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു. വിഷ്ണു 50 കിലോ ഉണ്ടാവുള്ളൂ. അതിന്റെ വേറൊരു കാര്യമുണ്ട്, മനസ്സിൽ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരം അറിയാതെ വണ്ണം വെച്ച് പോകും. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തില് വിഷ്ണു ഒത്തിരി മാറി ആക്റ്റീവായിരുന്നു. കാരണം അനാമിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ആക്റ്റീവാ, ഫുൾ ആക്റ്റീവാ. സംസാരിക്കുന്ന തുടരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ അത്ര സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു, ചെറിയ രീതിയിലൊരു ഇൻട്രോവേർട്ട് പോലെ ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറിയായിരുന്നു. കാരണം കുഞ്ഞുണ്ട്, അനാമികയുണ്ട്, അവരുടെ സന്തോഷവും ഫാമിലി സന്തോഷവും ഒത്തിരി മാറി ഞങ്ങൾ. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമ്മൾ ആദ്യം ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു മുമ്പ്. അപ്പൊ വിഷ്ണു ഭയങ്കര ഒരു ക്ഷീണമായിരുന്നു. ഇപ്പൊ വന്നപ്പോ ആളെ മനസ്സിലായില്ല. ചേട്ടൻ പറയുകയും ചെയ്തു. നമ്മൾ വന്നപ്പോ അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി സമയത്ത് അനാമിക്ക് ഫുഡ് അവള് കഴിക്കും, എന്നാലും കൂടെ ഒരാളോട് എല്ലാം കഴിക്കുന്നത് അങ്ങനല്ല. അവള് ആവശ്യപ്പെടുന്നത് എന്തും എല്ലാം എന്ന് വെച്ചാൽ അവള് രാത്രി 12 മണിക്ക് വരെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ഞാറപ്പഴം ഉണ്ട് കേട്ടാ, ഒരു ഞാറന്ന് പറയുന്നൊരു പഴമുണ്ട്. അത് ഇവിടെ സീസൺ അല്ലായിരുന്നു. ഞാൻ നേരെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് പുനലൂരില്ല, അടൂരില്ല, പത്തനംതിട്ടയിലില്ല, എങ്ങും ഇല്ല. ഞാൻ ഇവിടെയും കൊണ്ടാണെങ്കിൽ ഒരു ദിവസം തിരുവനന്തപുരത്ത് പോകാൻ നേരത്ത് നമ്മുടെ ഈ ഏനാത്ത് എന്ന് പറയുന്നൊരു സ്ഥലത്ത് കണ്ട് അവിടെ പോയി നോക്കിയപ്പോഴത്തേന് തറയിൽ ഈ വണ്ടികൾ പാസ് ചെയ്തങ്ങ് പന്നലാവും. പിന്നെ ഒരു ദിവസം രാത്രിയിൽ അനാമിക രാത്രി എൻ്റെ അടുത്ത് ഞാറപ്പഴം കഴിച്ചാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവളെ വിളിച്ചോണ്ട് നേരെ അവിടെ ആ സ്ഥലത്ത് പോയി. അന്നേരം രാത്രിയില്ലേ, വണ്ടി കുറവാ. അങ്ങനെ 2 കമ്പ് കൊടുത്ത് എറിഞ്ഞിട്ട് കുറെ പിച്ചി കഴിച്ച് അവളെ ഇഷ്ടപ്പെട്ട മാംഗോസ്റ്റീൻ കഴിക്കാൻ പറ്റി. അങ്ങനെ എല്ലാം നോക്കുന്നുണ്ട്, ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത്. കിട്ടുന്നത് കൂടുതലേ കിട്ടുന്നത്, പകുതി ഇവൻ കഴിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ വണ്ണം കൂടിയത്. ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ട്? ഇപ്പം 93 അടുപ്പിച്ചു. അപ്പൊ അന്ന് നമ്മൾ കാണുമ്പോ 50 കിലോ ഉണ്ടാവുള്ളൂ. അതിന്റെ വേറൊരു കാര്യമുണ്ട്, മനസ്സിൽ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരം അറിയാതെ വണ്ണം വെച്ച് പോകും. അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം. അനാമിക വന്നതിന് ശേഷം ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് മാറ്റമുണ്ട്. നേരത്തെ ഉണ്ണി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ഒരാള് വന്നാൽ ഒരു വീഡിയോക്ക് എടുക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ എല്ലാത്തിനും പുറമോട്ടോ, ഇവിടെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തന്നെ പുറമോട്ടാ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ആക്റ്റീവാ. അമ്മ അനാമിയെ നോക്കുന്നില്ല എന്നും പിന്നെ കമന്റുകൾ വേറെ വരുന്നുണ്ട്. അതൊക്കെ ഉള്ളതാണോ? അത് അനാമിയല്ലേ പറയട്ടെ. അല്ല, ഉള്ളതാണോ ഈ കമന്റുകൾ വരുന്ന? നിങ്ങളും വായിക്കുന്നുണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ വീഡിയോ മാത്രമല്ലേ ആൾക്കാർ കാണുന്നുള്ളൂ. അനാമിയെ നോക്കുന്നില്ലെങ്കിൽ അവള് ഇപ്പം എൻ്റെ വീട്ടില് ഇവരുടെ കൂടെ സന്തോഷമായിട്ട് ഞങ്ങള് ഒരു വീട് വെച്ച് പാലാച്ചി കഴിഞ്ഞായിരുന്നു. ഇപ്പൊ 3 മാസത്തോളമായി. അന്നേരം വീട്ടില് ഞങ്ങളല്ലേ ജീവിക്കുന്നത്, അന്നേരം അറിയത്തില്ലല്ലോ അവർക്കത്. അന്നേരം അനാമിക നല്ലപോലെ നോക്കുന്നുണ്ട്. വേണ്ട, ഒരു വീട് വെച്ചാൽ മാത്രം പോരല്ലോ, വീട്ടിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഇല്ല. സന്തോഷം അത്. എപ്പോഴും ഒരു ഗസ്റ്റ് വരുമ്പോഴാന്നേലോ
അന്നേരം ഞങ്ങള് സെറ്റിയില് മറ്റേ ഈ തുണി ഉണ്ടല്ലോ അതെല്ലാം അതുവരെ അവള് പടയ്ക്കാൻ ഭയങ്കര എല്ലാം നല്ല കരുതലോടെയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ചില സ്ഥലത്ത് ചില ഫാമിലിയില് മക്കളെ നോക്കും, മരുമക്കളെ നോക്കില്ല. നമുക്ക് അങ്ങനെ നോക്കാനാണെങ്കിൽ അവളെ മോളായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അല്ല, ഇങ്ങനെ വരുമ്പോ അവളുടെ ഭാഗമുണ്ട് അങ്ങനെ പറയുന്നുണ്ടോ, നോക്കുന്നില്ല കാണുന്നില്ല എന്ന് പറയുന്നുണ്ടോ? ഈ വീഡിയോ ആകെ കണ്ടത് അന്നില്ല പ്രസവത്തിന് കുഞ്ഞിനെ എടുത്തോണ്ട് വന്നപ്പോ അവളെ ശ്രദ്ധിച്ചില്ല, അതാ കൂടുതൽ വന്നത്. ഇവിടെ ഇപ്പം അവൾക്ക് അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ അച്ചാർ ഇടുമ്പം ഒരു ദിവസം തന്നെ അച്ചാർ വേണമെന്ന് പറയുമ്പോഴേ മാങ്ങാച്ചാറ്, മീനച്ചാറ്, നാരങ്ങ അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, പിന്നെ അവൾക്ക് ഈ ഉള്ളിത്തീര് ഇഷ്ടമാണ്. അതിൽ അണ്ടിപ്പരിപ്പ് അമ്മയുടെ എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ അമ്മയ്ക്ക് ഷെയർ ചെയ്യും, അമ്മ ഇത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറയും. അപ്പൊ അമ്മ അത് ഉണ്ടാക്കി വെച്ച് കൊടുക്കും. ഫുഡ് ഐറ്റംസിൽ എങ്ങനെയാണ്? ഫ്രൈഡ് റൈസോ നൂഡിൽസോ അങ്ങനെ അവൾക്ക് അങ്ങനെ നോക്കുമ്പോ തലശ്ശേരി ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ പത്തനംതിട്ടയിൽ എന്റെ കേരളം എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാള് കിട്ടിയായിരുന്നു. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴില് നമ്മുടെ ശംലമേടം ഒക്കെ അതിന്റെ ഇൻചാർജ് ഒക്കെ. അന്നേരം നമ്മൾ ആ സ്റ്റാൾ കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ അമ്മമാരും കുട്ടികളും എല്ലാവരും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ലോഷൻ അങ്ങനെയൊക്കെ ഉണ്ട്, പ്രോഡക്റ്റുകളുണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാകുന്നത്. അതിന്റെ സ്റ്റാള് ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, ഫുഡിന്റെ ഒരു ഈ കുടുംബശ്രീക്കാരുടെ കേരളത്തിലെ അങ്ങനെ അവിടെ പോയി എല്ലാ ഫുഡും ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ അനാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദം ബിരിയാണി ആയിരുന്നു, തലശ്ശേരി ദം ബിരിയാണി എന്ന് പറഞ്ഞു. ലാസ്റ്റ് ആ ആന്റി ഇവളുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റാ. അവള് വരുമ്പോഴേ സ്പെഷ്യൽ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം വയറ്റി കുഞ്ഞും ഉണ്ടായിരുന്നല്ലോ. ആന്റി ഇവക്ക് സെപ്പറേറ്റ് എടുത്ത് വെക്കുകയും പോകുന്നിടത്ത് വന്ന് കാണുകയും അനുഗ്രഹിക്കുകയും അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരുമായിട്ട് പെട്ടെന്ന് അനാമിക അങ്ങ് ഒത്തുപോകും. അത്രയ്ക്ക് സ്നേഹം ആൾക്കാർക്കാന്നേലും ഇവക്ക് തിരിച്ചാന്നേലും. നേരത്തെ ഇവിടെ പ്രോഗ്രാം എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അനാമികയായിരുന്നു. സ്വാഗതം പറയുന്നതും അങ്ങനെയുള്ള കോർഡിനേഷൻ ഫുൾ അനാമികയാ. നല്ല കഴിവുള്ള ആളായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം ഉണ്ണിയേട്ടന് ഇതുപോലെ പുറമോട്ടാ ട്രസ്റ്റിലേക്ക് വരത്തേ ഇല്ല. ഫുൾ ടൈം ഒന്നെങ്കിൽ പഠിക്കാൻ പോകുന്നവിടെ അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രമേ ഇവിടെ വരത്തുള്ളായിരുന്നു മുമ്പ്. പിന്നെ നേരെ ഗൾഫിലും പോയി. അപ്പം ഇങ്ങോട്ട് ട്രസ്റ്റിലോടൊന്നും വരത്തേയില്ല. അനാമിക നേരെ തിരിച്ച് എല്ലാത്തിനും ആക്റ്റീവായിട്ട് മൈക്കിൽ കൂടെ പ്രസംഗിക്കാൻ അങ്ങനെ സ്റ്റേജ് ഫിയർ ഒന്നുമില്ല, നല്ല ആക്റ്റീവാണ്. അപ്പം ഇതൊക്കെ കണ്ടപ്പോഴും അമ്മയ്ക്കൊരു ആഗ്രഹം വന്നതാ, അനാമികയെ ഉണ്ണിയണ്ണൻ ഏൽപ്പിക്കുവാണെങ്കിൽ ഉണ്ണിയണ്ണനൊരു ചേഞ്ച് ആവും. അത് പക്ഷെ ഇപ്പം ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. അനാമികയിൽ നിന്ന് അങ്ങനെ മാറാൻ പറ്റിയല്ലോ. അനാമികയുടെ എന്താ വിശേഷങ്ങൾ പറയാനുള്ളത്? വിശേഷം ഇപ്പൊ റെസ്റ്റില്ല. പ്രസവം കഴിഞ്ഞിട്ട് ഒരു 17 ദിവസത്തോളം ആവുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ അമ്പലത്തിൽ വന്ന് കാറിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. ആള് ഇപ്പോഴും കുഴപ്പമില്ല. കുട്ടികളിയാ, കുഞ്ഞുണ്ട്, കുഞ്ഞാവയുണ്ട്. കുഞ്ഞാവയെ നോക്കണം, അവളെ നോക്കണം. ഞാനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വരും. എന്നിട്ട് ഇപ്പം വീട്ടിൽ അവിടെ ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുണ്ട്, അമ്മയുടെ ചേച്ചിയുണ്ട് അവിടെ. നമുക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു, എവിടെ ഇറങ്ങാറായെന്ന് ചോദിച്ചപ്പോഴത്തേനും അറിഞ്ഞ് ഇതുപോലെ എന്തോ കോളിൽ കൂടി വിളിച്ചാ സംസാരിക്കാം. അല്ല, അവളിങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ വേണ്ടതായിരുന്നു, എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ. വരണമെന്നൊക്കെ ഉണ്ട്. പിന്നെ റെസ്റ്റ് എടുക്കേണ്ട ടൈം അല്ലേ ഇപ്പൊ. എത്ര നാളായി ഇപ്പോ? 17 ദിവസം. ഇപ്പൊ കുഞ്ഞുവാവ വന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് പൊതുവെ? വിഷ്ണു ഒത്തിരി മാറി, ആക്റ്റീവായിരുന്നു. കാരണം അനാമിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ആക്റ്റീവാ, ഫുൾ ആക്റ്റീവാ. സംസാരിക്കുന്ന തുടരെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു, ചെറിയ രീതിയിലൊരു ഇൻട്രോവേർട്ട് പോലെ ആയിരുന്നു. പിന്നെ ഇപ്പം അതൊക്കെ മാറിയായിരുന്നു. കാരണം കുഞ്ഞുണ്ട്, അനാമികയുണ്ട്, അവരുടെ സന്തോഷവും ഫാമിലി സന്തോഷവും. ഇപ്പം അമ്മയുടെ കല്യാണം ആണെങ്കിൽ പോലും ഇന്നലെ കുഞ്ഞിനെയും കൊണ്ട് ഈ ഫീഡ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് കാറി കുഞ്ഞുണ്ടായിരുന്നു. സന്തോഷത്തോട്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ഒത്തിരി മാറി ഞങ്ങള്. ഇപ്പൊ അനാമികയിലേക്ക് വരുമ്പോഴേ കൊച്ചിന് എന്തോ ഡോക്ടർമാരെന്താ പറഞ്ഞത്? കൊച്ചിന്റെ എന്തോ 6 ആഴ്ച കഴിയുമ്പോ അറിയും. റിസൾട്ട് 6 ആഴ്ച കഴിയുമ്പോഴേ വരത്തുള്ളൂ. അത് നമ്മള് വെളിയിലാ ടെസ്റ്റ് ചെയ്തേക്കുന്നത്, കൊടുത്തുവിട്ടേക്കുന്നത്. ലൈഫ് ലൈനിൽ തന്നെ ഇപ്പം ഫുള്ള് കാണിക്കാൻ തീരുമാനിച്ചേക്കുന്നു. ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു, ഒരു വാൽവ് എക്സ്ട്രാ ഒരു വാൽവ് പോലെ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഹൃദയത്തിൽ നിന്ന് തന്നെ 2 ദ്വാരങ്ങളുണ്ട്. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് കുഞ്ഞിനുണ്ട്. അതെല്ലാ കുഞ്ഞിന്റെ അത് മാഞ്ഞു പോകണ്ടേ, അത് ജനിക്കുന്നതിന് മുന്നേ അത് മാറണ്ടേയാണ്. കുഞ്ഞിനതിപ്പോഴും മാറിയിട്ടും ഇല്ല. കുഞ്ഞങ്ങനെ ഒട്ടും ഓക്കെ അല്ലായിരുന്നു. പിന്നെ ലൈഫ് ലൈനിൽ കൊണ്ടുപോയതിന് ശേഷം ഇപ്പം എക്കോ ഒക്കെ എടുത്ത് ഇപ്പം മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡ്രോപ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം കൊടുത്ത്. ഹാർട്ടിന് ഒരു ഹോളൂടെ ഉണ്ട്. അത് നമുക്കത് അങ്ങനെ മാറുന്ന
നമുക്കതങ്ങനെ മാറുമെന്ന് പ്രതീക്ഷിക്കാം. കുറച്ചു പേരൊക്കെ ഇങ്ങനെ അവർക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്, എന്റെ കുഞ്ഞിനും ഉണ്ടായിരുന്നു അത് മാറി എന്നൊക്കെ. അപ്പൊ അവര് 2-3 മാസം ആയപ്പോഴേക്കും മാറിയെന്ന് അവരെല്ലാം പറയും. അങ്ങനെ ഒരു ചിന്തിച്ചിട്ടേ ഇല്ല കുഞ്ഞിനൊരു പ്രോബ്ലം കാണുമെന്നോ. കാരണം ഇത് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ടെൻഷനും വിറയ്ക്കും. അവളെ കൊണ്ട് ബെഡിൽ കൊണ്ട് അനാമിയെ ഈ റൂമിൽ നിന്ന് ബെഡിലോട്ട് ആക്കിയതിന് ശേഷമാണ് ഡോക്ടർ എൻ്റെ അടുത്ത് ഇത് പറയുന്നത്. പറഞ്ഞപ്പോഴത്തേനും ഞാൻ തിരിച്ച് റൂമിൽ വന്ന് അവിടെ അടുത്തിരിക്കാൻ നേരത്ത് ചോദിക്കും എന്ത് പറ്റി. നോർമലി ഒരാളുടെ അത് എനിക്ക് ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മുഖത്തതറിയാം, അവൾക്കതറിയാൻ പറ്റും. അന്നേരം ചോദിക്കുമായിരുന്നു. അന്നേരം ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഈ അമ്മ കുഞ്ഞിനെയും കൊണ്ട് വരുന്ന വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെ ആയപ്പോഴത്തേന് അനാമിയടുത്ത് പറഞ്ഞു. അത് കുഞ്ഞിനെ ഇവള് ലൈഫ് ലൈനിൽ കൊണ്ട് കാണിച്ചെന്നറിയായിരുന്നു അനാമിക്ക്. അത് നേഴ്സ് അങ്ങ് പറഞ്ഞു ലൈഫ് ലൈനിലോട്ട് കൊണ്ടുപോവാം, ഫീഡ് ചെയ്യിപ്പിക്ക്, എന്നിട്ട് ലൈഫ് ലൈനിൽ പോവാന്ന് പറഞ്ഞപ്പോൾ പാല് കൊടുത്തിട്ടാണ് കുഞ്ഞിനെയും കൊണ്ട് പോയ സമയത്താണെങ്കിലും അവിടുത്തെ ഡോക്ടർ എന്നെ വിളിച്ചിരുത്തി കാര്യം പറഞ്ഞ് ഒരു 6-7 മാസത്തോളം ഇത് നല്ല കെയർ ചെയ്യണം. കാരണം പുതിയ കുഞ്ഞല്ലേ, ഭൂമിയിലോട്ട് വന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചായിരുന്നു. പിന്നെ പതുക്കെ അങ്ങ് മാറി. ഇപ്പോഴും വിഷമമുണ്ട്, മാറും. മെഡിസിനൊക്കെ ഇപ്പോൾ എല്ലാ അസുഖത്തിനും മരുന്ന്, കൊറോണയ്ക്ക് വരെ ഇപ്പം നമ്മൾ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും മാറും അങ്ങനെ വിശ്വസിക്കുന്നു. ഈ ഡെലിവറി സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഞാൻ ഫോണിലൂടെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത് പറയുന്നുണ്ട്? അത് ഇവക്ക് ആക്ച്വലി വയറ് വീണപ്പോഴത്തേന് അത് ഞങ്ങള് കൊല്ലത്ത് ഞങ്ങള് ബീച്ചിൽ പോയതാ. ഇവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാ ഡെലിവറിക്ക് മുമ്പ്. ഡെലിവറിക്ക് സമയം ഉണ്ടായിരുന്നു. അനാമിയ ആണെങ്കിൽ പറയുമായിരുന്നു ഇങ്ങനെ വയറ്റിൽ പിടിക്കുന്ന ഫോട്ടോസ് അങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അമ്മയ്ക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു കൊല്ലത്ത്. ഞാൻ അമ്മയെ മീറ്റിങ്ങിന് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങള് ബീച്ചിൽ ഞാനും അവളും അനാമികയും വർഷളിയനും ഉണ്ടായിരുന്നു. പോയപ്പോഴത്തേന് വേദന വന്ന് അളിയൻ അവിടുന്ന് ഏറ്റവും സ്പീഡിൽ വന്നേ. അളിയൻ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഡെലിവറി ആയതിനു ശേഷം NICUലൊക്കെ ഇരുത്തിയതിന് ശേഷമാണ് നമുക്കിത് ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞ് കുഞ്ഞിനും ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, കുഴപ്പമില്ല, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നേ നല്ലതെന്ന് പറഞ്ഞു. കാരണം നമ്മൾ കാണിക്കുന്ന ഹോളി ക്രോസിലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലല്ല. അന്നേരം അവിടെ മുതിർന്ന ആൾക്കാരുടെ കാർഡിയോളജിസ്റ്റാ, മിഷീനും ഹാർട്ടിൻ്റെ എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്ന മെഷീനൊക്കെ ഉണ്ട്. അന്നേരം അവിടെ അതില്ല, നിങ്ങൾ ലൈഫ് ലൈനിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുത്തെ നേഴ്സുമാർ അന്നേരം കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ തന്നു വിടത്തില്ല. നേഴ്സുമാരും വന്ന് നമ്മൾ നേരെ അവിടെ അടുത്ത് തന്നെ അടൂര് തന്നെയാണ് ഈ ലൈഫ് ലൈനും, അവിടെ കൊണ്ടുപോയി കാണിപ്പിച്ച് അന്നേരം ഇനി പറഞ്ഞ് 6 ആഴ്ച ആകുമ്പോഴത്തേന് എക്കോ ഒന്നുകൂടെ എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ വീഡിയോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പെടാന്നേലോ യൂട്യൂബിൽ ഇട്ടപ്പെടാന്നേലോ ഒത്തിരി പേര് മെസ്സേജ് ഞങ്ങളുടെ കുട്ടിക്ക് ആദ്യം ഇതുണ്ടായിരുന്നു, പിന്നെ ഇത് പോവും, ഇത് കാരണം ഡേറ്റ് ആവാതെ പ്രസവിക്കുമ്പോഴത്തേന് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എത്ര മാസത്തിലാണ് ഡെലിവറി കഴിഞ്ഞത്? ഇപ്പൊ 7 കഴിഞ്ഞപ്പോഴത്തേന് 8 മാസം 2-3 ദിവസം കൂടെ 8 മാസം. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ. കുഞ്ഞിനെ കുളിപ്പിച്ച് തുടങ്ങിയിട്ടില്ല ഇതുവരെ. കുഞ്ഞിന് വെയിറ്റ് കുറവായതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഡെലിവറിക്ക് വേണ്ടി ഡേറ്റ് തന്നത്. വെയിറ്റ് കുറവാകുമ്പോൾ അങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മള് എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ 2-3 ദിവസം കൂടി ഇരിക്കുമ്പോൾ ഞങ്ങള് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് കാണിക്കാൻ. വെയിറ്റ് കൂടുന്നില്ല, അതൊരു വിഷയമായി. 2.25 വേണം കുഞ്ഞിനെ 2.5 എങ്കിലും വേണം കുഞ്ഞിനെ കുളിപ്പിക്കാൻ. 1 900 2 100 അങ്ങനെ കുഞ്ഞല്ലേ, നമുക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. പാലല്ലേ, അവളാണെങ്കിൽ ഇപ്പോഴും ഉറക്കമാ, അങ്ങനെ പാല് കുടിക്കുന്നുള്ളൂ. അതിന്റെയൊക്കെ ഞങ്ങൾ ഒരുപാട് വിഷമം. രാത്രി എത്ര മണി വരെ ഉറക്കൊഴിഞ്ഞിരിക്കും? ഞങ്ങള് 5 മണി വരെ. ഞാൻ ഇടയ്ക്ക് കണ്ണടച്ചു പോകും. ആ സമയത്തല്ലേ ഞങ്ങളെ വിളിക്കുന്നത്. ഉറങ്ങുവാന്നോ? ഇപ്പൊ ഉറങ്ങണ്ട. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് അനാമിയക്ക്? ഇപ്പൊ റംബൂട്ടാൻ സീസണാ. റംബൂട്ടാൻ പ്രസവിച്ച് കഴിഞ്ഞിട്ടും പല വീട്ടിൽ പോയിട്ടും അതിലടി പറിക്കാൻ നോക്കിയിട്ടുണ്ട്. അമ്മ ലാസ്റ്റ് പറഞ്ഞ് എന്നെ അറിയാവുന്ന ഇപ്പൊ നമ്മുടെ ഈ മരുതിമൂടി ഒരു ടീച്ചറിന്റെ വീടുണ്ട്. അവിടെ ടീച്ചറിന് എന്നെ അറിയാം, എന്നെ പഠിപ്പിച്ച് വിളിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് 10 കിലോ മേടിച്ചേരുന്നു. ഫുഡിനോട് താല്പര്യമില്ല, കഴിക്കും. ഇപ്പം ഈ ചില കാര്യങ്ങളുള്ളൂ, എല്ലാം ഒന്നും ഇഷ്ടമൊന്നുമല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണെങ്കിൽ അവർക്ക് കഴിക്കും. അത് കുറേശ്ശെ ഇപ്പം കുറച്ച് കഴിച്ചിട്ട് പിന്നീട് കഴിയുമ്പോൾ കുറച്ചുകൊണ്ട് കഴിക്കും. അങ്ങനെ ഒറ്റയടിക്കൊന്നും കഴിക്കത്തില്ല. ഞാൻ പറയാൻ ചെയ്യും, കൈ നിറയെ വാരി കഴിച്ചാലേ വണ്ണം വെക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇതില്ല. ഉറക്കുമായിരിക്കും. മോൻ പറഞ്ഞു നേരത്തെ സംസാരിച്ച സമയത്ത് അമ്മയൊക്കെ ഇപ്പൊ മേളിലേക്ക് മാറ്റി താമസം, മക്കള് താഴെയാണ് എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നു.
അതെന്ന് വെച്ചാൽ അങ്ങനല്ല, താഴെ റൂമൊക്കെ ചെറിയ റൂമാണ്. അപ്പം അതുകൊണ്ട് അവിടെ താഴെ അങ്ങനെ നമ്മളിവിടെ അങ്ങനെ ഒരു ഫാമിലി റൂം പോലെ ഒന്നും അല്ല പണിഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു റൂമേ ഉള്ളൂ വലുത്. അപ്പം അതുകൊണ്ട് മെയിലി റൂം ഉള്ളത് കൊണ്ട് അങ്ങോട്ടായത്. വിഷ്ണു ഗൾഫിലെ ജോലിയൊക്കെ എങ്ങനെ ഇപ്പൊ കഴിഞ്ഞോ? അത് പോയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു. അന്നേരം പോയില്ല. അപ്പൊ ലീവിലാണോ അതോ? ലീവിലല്ല, ഇപ്പം പുള്ളിയെ ഇനി വിളിച്ചിട്ട് ഇപ്പം കുഞ്ഞിനെ ഇച്ചിരി ഒന്ന് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു, തിരിച്ചു പോകുന്നില്ലെന്ന്. കാരണം ഇപ്പം കുഞ്ഞിൻ്റെ അവളുടെയും കൂടെ നിൽക്കേണ്ട സമയമല്ലേ. അവള് വിടുന്നില്ല ചുരുക്കം പറ. പിന്നെ ഇപ്പൊ യൂട്യൂബില് അവൾക്ക് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ അതിനകത്ത് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോവുക. അനാമികയുടെ ഫാമിലിയുടെ എന്താ നിങ്ങൾ സംസാരിച്ചിരുന്നു? അനാമികയുടെ അച്ഛനും ഒന്നും വിളിച്ചിട്ടില്ല. പിന്നെ അവരുടെ വീട്ടിന്റെ അടുത്തുള്ള രണ്ടുപേര് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഉഷാന്ന് പറഞ്ഞിട്ട് വീടിന്റെ അടുത്തല്ല, ഈ അച്ഛനോട് ഉപേക്ഷിച്ചിട്ട് പോയ സമയത്ത് അമ്മുമ്മ എന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ അമ്മയായിരുന്നു അവളെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അമ്മയുടെ അമ്മയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അന്നേരം അവിടെ ഒരു അടുത്തൊരു വീട്ടില് എന്താ ഉഷാമ്മയും ബേബി അച്ചാച്ചനെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അനാമികയ്ക്ക് അവരൊത്തിരി ഇഷ്ടമായിരുന്നു. അവർ നമുക്ക് എന്താ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞപ്പോഴത്തേനൊക്കെ ഞങ്ങൾ പോയി കാണുകയും അവർ വന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ അവർ അച്ഛനൊന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കടയ്ക്കല വീടൊക്കെ, അന്നേരം അവർ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവൾക്ക് അതിനകത്തൊരു വിഷമം ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും കാണുമായിരിക്കും. പക്ഷെ അതൊന്നും അവൾക്ക് ഇപ്പം കാണത്തില്ല. കാരണം ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്താണേലും എല്ലാവരും അതുപോലെ നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട്. ഈ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ആരും വിളിക്കുകയോ അച്ഛനൊന്നും വിളിക്കുകയൊന്നും ചെയ്തില്ല? അമ്മ മരിച്ചുപോയി. പിന്നെ അവർ അച്ഛൻ അന്നേ കൈ ഒഴിഞ്ഞിട്ട് പോയതല്ലേ. അന്നേരം പിന്നെ അവർ അച്ഛൻ വിളിക്കൂ. പേപ്പേഴ്സൊക്കെ എങ്ങനെയാ എല്ലാം ഒപ്പിട്ട് പേപ്പറൊക്കെ CWC ഒപ്പിട്ട് കൊടുത്തേക്കും. എല്ലാം കഴിഞ്ഞു? അമ്മക്കല്ല, അവിടെ CWCയില്. അമ്മയോട് ഒരു കാര്യം ചോദിക്കാം. ഇത്രയും നാള് പുള്ളിയും വിവാഹം കഴിക്കാണ്ട് വെയിറ്റ് ചെയ്ത് തന്നു? ആരാ? അല്ല, അതെന്ന് വെച്ചാല് ഓരോരുത്തർക്കും എത്രയോ പേരിങ്ങനെ വിവാഹം കഴിക്കാതെ നിൽക്കുന്നുണ്ട്. ഇനി അതിനെ കുറിച്ച് എനിക്കറിയുന്നില്ല. അതാ ലവ് മാരേജ് ആണോന്ന് ചോദിച്ചത്? അല്ല, ലവ് മാരേജ് അല്ല, ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ചോദിച്ചതാണ്. അല്ല, അത് ഒത്തിരി ആലോചന വന്നായിരുന്നു. ഒരുപാട് പേരിങ്ങനെ നമ്മുടെ സ്പോൺസർമാരുൾപ്പെടെ ആലോചന വന്നായിരുന്നു. ലവ് മാരേജ് അല്ല.